സി പി യു ഓർഗനൈസേഷനിലെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബസ്സിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് രജിസ്റ്റേഴ്സ് എന്താണ്, എന്തൊക്കെ രജിസ്റ്റേഴ്സാണ് ഒരു സി പി യുവിനകത്ത് ഉണ്ടാവുക, ഓരോന്നിൻ്റെയും പേർപ്പസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. So what are registers? Registers are temporary storage locations within the CPU where the data fetched from memory can be held. അപ്പോൾ രജിസ്റ്റർ എന്ന് പറയുന്നത് സി പി യുവിനകത്തുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്, ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്. ടെമ്പററി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് മാത്രം ഡേറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുള്ള ഡേറ്റയാണ് അവിടെ ഹോൾഡ് ചെയ്യണത്? ഡേറ്റ ഫെച്ച്ഡ് ഫ്രം മെമ്മറി ക്യാൻ ബി ഹെൽഡ് എന്ന് പറഞ്ഞത്. അതായത് നമുക്കൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രൈമറി മെമ്മറിയിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മെമ്മറി എന്നുള്ളത് ഉദ്ദേശിച്ചത് പ്രൈമറി മെമ്മറിയാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസും ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഡേറ്റയും ഒക്കെ പ്രൈമറി മെമ്മറിയിലാണ് ഉണ്ടാവുക. അവിടുന്ന് ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് എടുത്തിട്ടാണ് സി പി യു അതിനെ എക്സിക്യൂട്ട് ചെയ്യണത്. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടി എടുക്കണ മെമ്മറിയിൽ നിന്ന് നമ്മൾ എടുക്കണ ഡേറ്റയും ഇൻസ്ട്രക്ഷൻസൊക്കെ ആ ഒരു എക്സിക്യൂഷൻ സ്റ്റെപ്പ് തീരുന്നത് വരെ ഹോൾഡ് ചെയ്യാം സി പി യുവിനകത്ത്. അതിന് വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ മെമ്മറിയുടെ അകത്തുനിന്ന് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റ അതിനെ സി പി യുവിനകത്തേക്ക് എടുക്കുന്നതിന് ആ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ ഫെച്ചിങ് എന്ന് പറയാം. അതാണ് ഇവിടെ ഫെച്ച്ഡ് ഫ്രം മെമ്മറി എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് ഡേറ്റ എന്നാണ് ഇവിടെ പറയുന്നത്. ഡേറ്റ ആവാം, ഇൻസ്ട്രക്ഷൻസ് ആവാം, അതെല്ലാം സി പി യുവിനകത്ത് ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി ആയിട്ട് ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനൊക്കെ ഹോൾഡ് ചെയ്യാം. സോ ദേ റിസീവ് ഇൻഫോർമേഷൻ, ദെൻ ഹോൾഡ് ഇറ്റ് ടെമ്പററിലി ആൻഡ് പാസ് ഇറ്റ് ഓൺ ആസ് ഡയറക്റ്റഡ് ബൈ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ രജിസ്റ്റർ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് ലൊക്കേഷനാണ്. അതിനകത്തേക്ക് ഡേറ്റ വരും. അതായത് രജിസ്റ്റർ ഒരു ഡേറ്റേനെ റിസീവ് ചെയ്യും, ആ ഡേറ്റേനെ ഇതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യും. എത്ര സമയം കീപ്പ് ചെയ്യും? കൺട്രോൾ യൂണിറ്റ് അതിനെ പാസ് ചെയ്യാൻ പറയുന്നത് വരെ കീപ്പ് ചെയ്യും. അപ്പോൾ രജിസ്റ്ററിന് ഒരു ഇന്നും ഉണ്ടാവും, ഒരു ഔട്ടും ഉണ്ടാവും. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈൻ വഴി ഡേറ്റ രജിസ്റ്ററിനകത്തേക്ക് വരും, ഈ ലൈൻ വഴി ഡേറ്റ രജിസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് പോകും, വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ രജിസ്റ്ററിലേക്കാവാം മൂവ് ചെയ്യണത്, അല്ലെങ്കിൽ എ എൽ യുവിനകത്തേക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാവാം. അത് കൺട്രോൾ യൂണിറ്റ് പറയും എപ്പോഴാണ് മൂവ് ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് രജിസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് വരും. അത് എവിടേക്കും ആവാം മൂവ്മെൻറ്റ്. അപ്പോൾ അതാണ് രജിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ലെങ്ത് ഓഫ് രജിസ്റ്റേഴ്സ് ആൻഡ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് വേരി. അതായത് ഒരു രജിസ്റ്ററിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലെങ്ത് ഓഫ് രജിസ്റ്റർ നമ്മൾ എത്ര ബിറ്റ് അല്ലെങ്കിൽ എത്ര ബൈറ്റ് എന്നാണ് പറയാം. അപ്പോൾ ലെങ്ത് ഓഫ് രജിസ്റ്റർ 16 ബിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ബിറ്റ് സൈസുള്ള ഒരു ഡേറ്റയാണ് അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ലെങ്ത് ഓഫ് രജിസ്റ്റർ ഓരോ പ്രോസസ്സറിനെ അനുസരിച്ച് മാറ്റമുണ്ടാവും. ചില പ്രോസസ്സറിൽ 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആവും, ചിലപ്പോൾ 32 ബിറ്റ് രജിസ്റ്റേഴ്സ് ആവും, അല്ലെങ്കിൽ 64 ബിറ്റ് രജിസ്റ്റേഴ്സ് ആവാം. അപ്പോൾ ലെങ്ത് ഓഫ് രജിസ്റ്റർ പ്രോസസ്സറിനെ അനുസരിച്ചിട്ട് വേരി ചെയ്യും. ആൻഡ് ദി നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ഓൾസോ വിൽ വേരി. നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സറിനകത്ത്, പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതിനെ തന്നെയാണ് നമ്മൾ പ്രോസസ്സർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സൊക്കെ വരാം. നമ്മളിപ്പോൾ ഒറ്റ പ്രോസസ്സറുള്ള കേസ് പറയുകയാണെങ്കിൽ സി പി യും പ്രോസസ്സറൊക്കെ ഒരേ മീനിങ്ങിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിനകത്ത് എത്ര രജിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതും ആ പ്രോസസ്സറിൻ്റെ ഡിസൈൻ അനുസരിച്ചിരിക്കും. ഓരോ പ്രോസസ്സറും അനുസരിച്ച് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സും വേരി ചെയ്യും. ദെൻ രജിസ്റ്റേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ആദ്യം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ജനറൽ പർപ്പസ് രജിസ്റ്റർ സ്റ്റോഴ്സ് ഡേറ്റ ആൻഡ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഒരു സമയത്ത് സി പി യുവിൻ്റെ ഉള്ളിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഡേറ്റ, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകൾ ഇതൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ പ്രോസസ്സറിനകത്ത് നമ്മൾ R0, R1, R2 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ രജിസ്റ്റേഴ്സിനെ നെയിം ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ABCD ഇങ്ങനെയൊക്കെ നെയിം ചെയ്യേണ്ടത്. അതൊക്കെ പ്രോസസ്സറിനെ
പ്രോസസ്സറിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് അതിന് പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. ദെൻ അതിലൊരു ജനറൽ പർപ്പസ് രജിസ്റ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ് അക്യുമുലേറ്റർ. ഇതേ പേരിൽ തന്നെ മിക്കവാറും പ്രോസസ്സേഴ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പ്രോസസ്സറും അക്യുമുലേറ്റർ ബേസ്ഡ് പ്രോസസ്സർ ആവണമെന്നില്ല. ഒരു അക്യുമുലേറ്റർ ബേസ്ഡ് പ്രോസസ്സർ ആണെങ്കിൽ മിക്കവാറും എല്ലാ പ്രോസസ്സറിലും അക്യുമുലേറ്ററിന് ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ഫങ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസൈൻ ഓഫ് ദി പ്രോസസ്സർ. ആ പ്രോസസ്സറിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് അതനുസരിച്ചിട്ടാണ് അക്യുമുലേറ്ററിൻ്റെ ഫങ്ഷൻ വരിക. എന്നാലും കോമൺ ആയിട്ട് സാധാരണഗതിയിൽ നമ്മൾ അക്യുമുലേറ്റർ യൂസ് ചെയ്യാറ് എന്തിനൊക്കെയാണെന്നുള്ളതാണ് ഇതിന് ശേഷം ഞാൻ പറഞ്ഞത്. ഇറ്റ് യൂഷ്വലി ഹോൾഡ്സ് വൺ ഓഫ് ദി ഓപ്പറാൻഡ്സ് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഡീഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷനാണ്. ഇപ്പോൾ 5 + 10 എന്ന് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ 10ഉം 5ഉം ഇത് രണ്ടുമാണ് ഓപ്പറാൻഡ്സ്. അതായത് എന്തിൻ്റെ മുകളിലാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ഓപ്പറാൻഡ്സ് എന്ന് പറയുക. ഈ 2 ഓപ്പറാൻഡ്സിൽ ഒരു ഓപ്പറാൻഡിനെ എവിടെ ഹോൾഡ് ചെയ്യും? ഒരു ഓപ്പറാൻഡ് അക്യുമുലേറ്ററിലുണ്ടാവും. അക്യുമുലേറ്ററിന് സാധാരണ നമ്മൾ എ എന്നൊക്കെയാണ് പേര് കൊടുക്കുക. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ അകത്തായിരിക്കും ഒരു ഓപ്പറാൻഡ് ഉണ്ടാവുക. മറ്റേ ഓപ്പറാൻഡ് ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. ആ രീതിയിലായിരിക്കും ഒരു അക്യുമുലേറ്റർ ബേസ്ഡ് പ്രോസസ്സർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ദെൻ ആഫ്റ്റർ എക്സിക്യൂഷൻ, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ ദ റിസൾട്ട് ഇസ് പ്ലേസ്ഡ് ഇൻ ദി അക്യുമുലേറ്റർ. ഇപ്പോൾ 5ഉം 10ഉം ആഡ് ചെയ്യാൻ പറഞ്ഞു. അതിൽ 5 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ അക്യുമുലേറ്ററിൽ വെച്ചിട്ടുണ്ട്, 10 എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പോൾ വേറെ രജിസ്റ്ററിലായിരിക്കും വെച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെയും അക്യുമുലേറ്ററിലാണ് വയ്ക്കുക. അതാണ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഓൾ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ CPU ആൻഡ് ഡിവൈസസ് ആർ പെർഫോംഡ് ത്രൂ അക്യുമുലേറ്റർ. ഇതും എല്ലാ പ്രോസസ്സറിലും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അക്യുമുലേറ്റർ ബേസ്ഡ് പ്രോസസ്സറിൽ കൂടുതലും ഇങ്ങനെയാണ് ചെയ്യുക. CPU-യുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസിനും ബിറ്റ്വീൻ ഉള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ത്രൂ അക്യുമുലേറ്റർ ആയിരിക്കും ആ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക. ഏതൊരു ഡിവൈസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഡേറ്റേനെ അക്യുമുലേറ്ററിൽ വയ്ക്കും. അവിടെ നിന്നായിരിക്കും ഡിവൈസിലേക്ക് ഡേറ്റ പോകുക എന്നുള്ള രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. എന്താണെങ്കിലും അക്യുമുലേറ്ററിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് ആ പ്രോസസ്സറിൻ്റെ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഈ പേര് പോലെ തന്നെ ദേ ആർ ഡിസൈൻഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ടാവുക. ഇത് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ആ രജിസ്റ്റർ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ആ രജിസ്റ്ററിനെ നമ്മൾ നെയിം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 4 സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഈ 4 മാത്രമല്ല രജിസ്റ്റേഴ്സ് ഉണ്ടാവുക, കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ കോമൺ ആയിട്ട് എല്ലാ പ്രോസസ്സറിനകത്തും ഈ 4 രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ 4 രജിസ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 4 മാത്രം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിനകത്തും എന്ത് ഡേറ്റ ഹോൾഡ് ചെയ്യാനെന്ന് മാത്രം ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഫസ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് PC എന്നാണ് പറയുക. ഇറ്റ് ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അതായത് അടുത്ത എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പ്രൈമറി മെമ്മറിയിൽ വേണമെന്ന്. അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കൺസിക്യൂട്ടീവ് ലൊക്കേഷൻസ് ഉണ്ടാവും. ഇതിനകത്തായിരിക്കും പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. സപ്പോസ് 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വയ്ക്കാം. ആൻഡ് ഓരോ ബൈറ്റിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് വയ്ക്കുക. ഇത് 1000, 1001 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000ന് ശേഷമുള്ള ബൈറ്റാണ്. 1002 എന്ന് പറഞ്ഞാൽ അതിന് ശേഷമുള്ള ബൈറ്റാണ്. അങ്ങനെ ബൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യണത് മെമ്മറീനെ. അതുപോലെ ഒരു ഇൻസ്ട്രക്ഷനിൽ 4 ബൈറ്റും ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ 1000ൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1003 വരെ ആ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. 1000, 1001, 1002, 1003 ഇത്രയും ലൊക്കേഷനിൽ ആ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1004ലാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞുള്ള ഇൻസ്ട്രക്ഷൻ 1008ലാണ് ഉണ്ടാവുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള മെമ്മറി ലൊക്കേഷനിലാണ് സീക്വൻഷ്യൽ ഓർഡറിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പ്ലേസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CPU-നകത്ത് എന്നുണ്ടെങ്കിൽ അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ 1004 ഇപ്പോൾ 1000 ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 1004 അടുത്ത ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുക. ആ അഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക? പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഗോ ത്രൂ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൗണ്ടിങ് സീക്വൻസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൗണ്ടിങ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അതിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
പ്രോഗ്രാം കൗണ്ടറിനകത്തെ കണ്ടൻറ്റ്. അതായത് ആദ്യം അത് 1000 ആയിരുന്നു. 1000 ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അത് 1004 ആയി. അവിടുത്തെ ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പറഞ്ഞാൽ 1008 ആയി. അപ്പോൾ അങ്ങനെ അത് 4 വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വരില്ലേ. അപ്പോൾ ഒരു ഫിക്സഡ് വാല്യൂ ഇങ്ങനെ അതുമായിട്ട് ഈ കറൻറ്റ് വാല്യൂ ആയിട്ട് ആഡ് ചെയ്ത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻസിലായിരിക്കും ഇത് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സാധാരണ. എപ്പോഴാണത് മാറ്റം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് എ ബ്രാഞ്ചിങ് ഓർ ജമ്പിങ് ഇൻസ്ട്രക്ഷൻ. ബ്രാഞ്ചിങ് ഓർ ജമ്പിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സീക്വൻഷ്യൽ എക്സിക്യൂഷൻ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ പോകണം. അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. അതായത് ചില സമയത്ത് നമുക്ക് ചില കണ്ടീഷനൊക്കെ നോക്കാനുണ്ടാവും. ഇഫ് സം കണ്ടീഷൻ ഇസ് മെറ്റ് ദെൻ എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ അറ്റ് അഡ്രസ് 2000. ആ രീതിയിലുള്ളൊരു ഇൻസ്ട്രക്ഷൻ വരാം. ഇതൊരു ഇൻസ്ട്രക്ഷനിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത്? കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ 2000 പോകണം. കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1500 പോകണം. അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് സീക്വൻഷ്യലായിട്ട് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് വന്നിട്ട് കാര്യമല്ല. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് എന്താണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്ന് മാറും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാത്രം ദി കണ്ടൻസ് ആർ മോഡിഫൈഡ് അക്കോർഡിംഗ്ലി. എന്താണോ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനിൽ പറയണത് അതനുസരിച്ചിട്ടായിരിക്കും പ്രോഗ്രാം കൗണ്ടറിലെ അഡ്രസ്സ് സെറ്റ് ചെയ്യുക. അല്ലാത്ത കേസിൽ എല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൗണ്ടിങ് സീക്വൻസ് ഉണ്ടാവും പ്രോഗ്രാം കൗണ്ടറിന്. അപ്പോൾ അതാണ് നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ. അപ്പോൾ ഇത്രയാണ് ഓർത്ത് വയ്ക്കേണ്ടത്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ദെൻ നെക്സ്റ്റ് വരുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് MAR എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ദാറ്റ് ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഏത് മെമ്മറി ലൊക്കേഷൻ? ദി അഡ്രസ് ഓഫ് ദി ആക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ. അതായത് ഞാനിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഇൻസ്ട്രക്ഷൻ കൂടെ ഫെച്ച് ചെയ്യാൻ പോകണു. ആ ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്ന അഡ്രസ്സായിരിക്കും എവിടെ ഉണ്ടാവുക? മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവുക. അതായത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക? മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ. ഈ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു അഡ്രസ് ബസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് മെമ്മറിയിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ മെമ്മറിയുടെ അഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക? അഡ്രസ് ബസ്സിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഡ്രസ് ബസ്സിലേക്ക് അഡ്രസ്സ് വരുന്നത് എവിടെ നിന്നാണ്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്നാണ്. അപ്പോൾ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ആക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് ഉണ്ടാവും. ഇത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പറഞ്ഞ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ എങ്ങനെയാണത് വർക്ക് ചെയ്യണമെന്ന്. ദെൻ മെമ്മറി ബഫർ രജിസ്റ്റർ. ഇതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് MBR എന്നാണ് പറയുക. ചില പ്രോസറിൽ ഇതിൽ MDR എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇത് മെമ്മറി ഡേറ്റ രജിസ്റ്റർ എന്നൊക്കെ ഇതിന് പേരിടാറുണ്ട്. അപ്പോൾ മെമ്മറി ബഫർ രജിസ്റ്റർ ദാറ്റ് ഹോൾഡ്സ് ദി ഇൻസ്ട്രക്ഷൻ കോഡ് ഓർ ഡേറ്റ റിസീവ്ഡ് ഫ്രം ഓർ സെൻഡ് ടു ദി മെമ്മറി. അതായത് നമ്മൾ ഒരു മെമ്മറി ആക്സസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കാനാവാം, അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഡേറ്റ വെക്കാനാവാം. അപ്പം മെമ്മറിയിലേക്ക് ഡേറ്റ വെക്കുകയാണെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കുകയാണെങ്കിലും ആ ഡേറ്റ ആവാം, ഇൻസ്ട്രക്ഷൻ ആവാം, അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. അതായത് മെമ്മറിയിലേക്ക് ഡേറ്റ വെക്കണം എന്നുണ്ടെങ്കിൽ ആ മെമ്മറിയുടെ അഡ്രസ്സ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവും. ആ വെക്കേണ്ട ഡേറ്റ മെമ്മറി ബഫർ രജിസ്റ്ററിലും ഉണ്ടാവും. ഇനി മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാനാണെങ്കിൽ റീഡ് ചെയ്യേണ്ട മെമ്മറി അഡ്രസ്സ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവും. അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ പോവുക മെമ്മറി ബഫർ രജിസ്റ്ററിലേക്കാണ്. അതായത് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതായത് ഡേറ്റ അതിനകത്തേക്ക് വെക്കാനാണെങ്കിലും അവിടെ നിന്ന് എടുക്കാനാണെങ്കിലും ആ ഡേറ്റ മെമ്മറി ബഫർ രജിസ്റ്റർ വഴിയാണ് പോവുക. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അതിൻ്റെ പേര് പോലെ തന്നെ ദാറ്റ് ഹോൾഡ്സ് ദി കറൻറ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ബീങ് എക്സിക്യൂട്ടഡ്. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? മെമ്മറിയിൽ നിന്നാണ് എടുക്കുക. അപ്പം മെമ്മറിയിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ വെച്ചിട്ടുണ്ടാവണം. അവിടുന്ന് ആ എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആദ്യം മെമ്മറി ബഫർ രജിസ്റ്ററിലേക്കാണ് വരിക. അവിടുന്ന് അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവന്നിട്ടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. അത് എത്ര നേരം ഹോൾഡ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ്സ് അൺടിൽ ഇറ്റ് ഇസ് ഡീകോഡഡ്. ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യണത് വരെ എന്തായാലും അത് ഹോൾഡ് ചെയ്തിരിക്കും. ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എന്തിനാണെന്ന് മനസ്സിലാക്കുക. അത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ഓരോ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഒരു ഇൻസ്ട്രക്ഷന്. ഇപ്പോൾ ആഡ് A, B ഇതൊരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിന് ഈ പാർട്ട് ആണ് ഡിസൈഡ് ചെയ്യണത് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത് അഡീഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. സപ്പോസ് എയും ബിയും 2 രജിസ്റ്റേഴ്സ് ആണെങ്കിൽ ഈ 2 രജിസ്റ്ററിലെയും കണ്ടൻസ് ആഡ് ചെയ്യണം എന്നാവാം ഈ ഇൻസ്ട്രക്ഷൻ്റെ മീനിങ്. അപ്പോൾ ഈ പാർട്ടിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡ് എന്ന് പറയും.
ഈ പാർട്ടിനെ ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ് എന്ന് പറയും. ഓപ്പറാൻഡ് പാർട്ടും ഓപ്പ് കോഡും. അപ്പോൾ ഓപ്പ് കോഡാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യണത്, എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന്. ഓപ്പറാൻഡ് പാർട്ടിൽ എന്താ പറയുക, എന്തിൻ്റെ മുകളിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പ് കോഡ് എടുത്തിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കുക, അത് എന്ത് ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക, അതാണ് ഡീകോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ. അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഓപ്പറാൻഡ്സ് എവിടെയാണെന്നും എവിടുന്ന് എടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രയും സമയം അത് ഡീകോഡ് ചെയ്യണത് വരെയെങ്കിലും അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് പറയുന്നത്. ഇതല്ലാണ്ട് സ്റ്റാറ്റസ് രജിസ്റ്റർ, സ്റ്റാക്ക് പോയിൻ്റർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് ഇത്ര മാത്രം പറഞ്ഞതാണ്.